പാർലമെന്റിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. CJP മാർച്ചിന് നേരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയും സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 2 മണി വരെ പിരിഞ്ഞു. सदन के बाहर या सदन के अंदर नारेबाजी करना लोकतंत्र के लिए उचित नहीं है। संसद चर्चा संवाद के लिए, आपके विचारों की अभिव्यक्ति के लिए आप आओ, विचार व्यक्त करो, प्रश्नकाल में महत्वपूर्ण प्रश्न पूछो। महत्वपूर्ण विभाग, रेल के, इलेक्ट्रॉनिक्स के कई विभागों के महत्वपूर्ण प्रश्न हैं। कई माननीय सदस्य मुझे सदन में आकर मिले हैं कि हमारे महत्वपूर्ण प्रश्न लगे हैं, हमें प्रश्न पूछने दिया जाए, और आप नियोजित तरीके से पोस्टरबाजी करके प्रदर्शन कर सदन की गरिमा को घटाना चाहते हैं। आप लोकतांत्रिक तरीके से चर्चा करें। सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है। मैं आपका धन्यवादी हूं कि आपने मुझे 0 आवर पर बोलने का मौका दिया है। आज जम्मू कश्मीर के इतिहास में ही नहीं बल्कि पूरे देश के इतिहास में एक ऐसा दिन है जिसका इंतजार प्रत्येक देशवासी को दशकों से था। 5 अगस्त 2019 को माननीय प्रधानमंत्री जी के नेतृत्व में भारत सरकार ने 370 को निरस्त कर जम्मू कश्मीर को नई पहचान दिलाई और जम्मू कश्मीर को भारत के सब मुख्य धारों में जो है वो जोड़ा। माननीय उन्होंने जम्मू कश्मीर को अपनी जगह The people of Tamil Nadu by renaming the आज भारत ने वही करके दिखाया जो तकनीक कभी दुनिया के चुनिंदा देशों तक सीमित थी। आज വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, CJP മാർച്ചിന് നേരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമൊക്കെയാണ് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിൽ സഭ 2 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ പാർലമെന്റിൽ നേരത്തെ നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷം പുറത്ത് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പാർലമെന്റിൽ അമിത്ഷായുടെ മറുപടിയും അതുപോലെ തന്നെ അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രിയുടെ മറുപടിയും ആവശ്യപ്പെട്ട് ഏതായാലും അതിനു പിന്നാലെ പാർലമെന്റിനകത്തും ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ലോക്സഭ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ സഭാ നടപടികൾ 11 മണിക്ക് തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി. പലതവണ സ്പീക്കർ മുന്നറിയിപ്പടക്കം പ്രതിപക്ഷത്തിന് നൽകിയെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. അങ്ങനെ മിനിറ്റുകൾ മാത്രമാണ് സഭ സമ്മേളിച്ചത്. അതിനുശേഷം ലോക്സഭ ഇന്നത്തെ 2 മണി വരെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. രാജ്യസഭയിലും വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. അയോധ്യ സംഭാവന കൊള്ളയും അതുപോലെ തന്നെ അമിത്ഷായുടെ മറുപടിയുമാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ മറുപടിയുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഈ 2 ആവശ്യങ്ങളിലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഇന്നും ഉയർത്തി. ഏതായാലും സഭാ നടപടികൾ തുടർച്ചയായ 13ാം ദിനവും ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെ പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും തുടരുകയാണ്. ഇനിയിപ്പോൾ സഭാ നടപടികൾ പുനരാരംഭിച്ചാലും ഈ പ്രതിഷേധത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ല. ശരി, വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ അമിത്ഷാ മറുപടി പറയണമെന്നും അയോധ്യ കൊള്ളയിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നും ഒക്കെ ഉള്ള തങ്ങളുടെ ആവശ്യങ്ങൾ വീണ്ടും ശക്തമാക്കിയാണ് തുടർച്ചയായി 11ാം ദിവസവും സഭ പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർ.